തിരുവനന്തപുരത്ത് SFI മാർച്ചിനിടെ ബ്ലേഡ് കണ്ടെത്തിയതിനെ ചൊല്ലി വിവാദം കടുക്കുന്നു. സംഘർഷത്തിനിടെ ബ്ലേഡ് കൊണ്ടുവന്നത് SFI പ്രവർത്തകരാണെന്നും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചെന്നും പോലീസിന്റെ FIRൽ പറയുന്നു. എന്നാൽ പോലീസ് ബ്ലേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെയാണ് ആക്രമിച്ചതെന്നും അന്വേഷണം വേണമെന്നും SFIയും ആവശ്യപ്പെട്ടു. ബ്ലേഡ് കൊണ്ടുവന്നത് ആരെന്ന് അന്വേഷിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ആ ബ്ലേഡ് ആര് കൊണ്ടുവന്നാന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും പോലീസുകാരുടെ കയ്യിൽ ലാത്തിയിരിക്കുമ്പോൾ ബ്ലേഡ് കൂടെ കൊണ്ടുവരാൻ പറ്റില്ല. ഈ ബ്ലേഡ് ആരാണ് കൊണ്ടുവന്നത് ഞങ്ങൾ കണ്ടെത്തും. അതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആര് കൊണ്ടുവന്നാലും അത് ഞങ്ങൾ പിടിക്കുകയും ചെയ്യും. പോലീസിന് ഏതായാലും അവരുടെ കയ്യിൽ ലാത്തും തോക്കും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ അതിന് അവർ ബ്ലേഡ് കൊണ്ടിരുന്നത്. അപ്പോൾ അത് വളരെ തെറ്റായൊരു സമര രീതിയാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങളുമൊക്കെ വിദ്യാർത്ഥി രംഗത്തൂടെ കടന്നു വന്നാൽ ഞങ്ങളൊരു ബ്ലേഡും കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ പോലീസ് വാദം SFI സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ തള്ളി. വിദ്യാർത്ഥി സമരങ്ങളെ നേരിടാൻ ആഭ്യന്തര വകുപ്പ് പുതിയ മാർഗം ഡിസൈൻ ചെയ്യുന്നുവെന്നായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദിന്റെ വിമർശനം. തലയ്ക്കാണ് SFI പ്രവർത്തകൻ്റെ നേരിട്ട് അടിക്കുന്നത് ദൃശ്യമാണ്. ഇന്നലത്തെ പോലീസ് ലാത്തിച്ചാർജ് ഇന്നലത്തെ ദൃശ്യമാണ്. അതേ തുടർന്ന് വളഞ്ഞിട്ട് ഒരു SFI പ്രവർത്തകനെ മർദ്ദിക്കുകയാണ്. അതേ മർദ്ദനത്തിൻ്റെ ബാക്കി പത്രമാണ് നിങ്ങൾക്ക് ഈ വിഷ്വൽ നോക്കിയാൽ SFI പ്രവർത്തകൻ്റെ പുറം എങ്ങനെ മുറിയുന്നത്. ലാത്തി വെച്ചടിച്ചാൽ വീർക്കും. ഞങ്ങൾക്കെല്ലാം ലാത്തിയടി മർദ്ദനം കൊണ്ടിട്ടുള്ളതാണ്. ലാത്തി വെച്ചടിച്ചാൽ വീർക്കും, അവിടെ ചുമക്കും, തടിക്കും. കൈക്കോ അല്ലെങ്കിൽ മറ്റു പ്രദേശത്തോ ആണെങ്കിൽ എല്ലിന് പൊട്ടലുണ്ടാവും, ചതവുണ്ടാവും. ഇത് മുറിവാണ്. ഈ മുറിവ് എങ്ങനെ ഉണ്ടായി? ഈ SFI പ്രവർത്തകൻ്റെ പുറത്ത് ഈ മുറിവ് എങ്ങനെ ഉണ്ടായി? അപ്പോൾ ആ മുറിവ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് ഉത്തരം പറയേണ്ടത് പോലീസല്ലേ? ആ പോലീസ് അതിന് ഉത്തരം പറയുന്നതിന് പകരം SFIക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണോ വേണ്ടത്? സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്നുവെന്ന് SFI ദേശീയ പ്രസിഡന്റ് ആദർശ് M സജി. ബ്ലേഡ് പോലീസിന്റേതാണെന്നും നിഷ്പക്ഷ അന്വേഷണം വേണമെന്നും ആദർശ് സജി. ബ്ലേഡ് SFIക്കാർ കൊണ്ടുവരില്ല. അവിടെ കൊണ്ടുവരുന്നത് പിന്നെ അവിടെ ഉള്ളത് പോലീസുകാരാണ്. ആ പോലീസുകാർ തന്നെയായിരിക്കും. കാരണം ആ വിദ്യാർത്ഥികളെ ലാത്തി കൊണ്ട് മർദ്ദിക്കുന്നതിനിടയിൽ കൂടെ തന്നെയാണല്ലോ ഈ ബ്ലേഡ് കൊണ്ട് വരിയുന്നതും ആ വിദ്യാർത്ഥികൾ പരിക്കേൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനം ഉണ്ടായിരുന്നു. SFIക്കാർക്കോ ആ സമരത്തിന് വരുന്ന വിദ്യാർത്ഥികൾക്കോ ബ്ലേഡ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതെവിടെ എങ്ങനെ വന്നു? അതുമായി ബന്ധപ്പെട്ട് നിഷ്പക്ഷമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഹാൻസ് ജോൺ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകാൻ. ഹാൻസ്, ഈ ബ്ലേഡ് ഉപയോഗിച്ചു അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ടുവന്നു എന്നത് ആരാണ് കൊണ്ടുവന്നത്, എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത് എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇത് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പോലീസും SFI പ്രവർത്തകരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയും ചെയ്യുന്നു. എന്തായാലും അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്നാണല്ലോ ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. അപ്പം മന്ത്രി നടത്തുന്ന SFIക്കെതിരെയായിട്ടുള്ള ആരോപണമാണ്. തീർച്ചയായും അരുണ്യ, ഇന്നലെയാണ് SFIയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഈ വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന, അതിനോടൊപ്പം തന്നെ കേപ്പ്, IHRD കോളേജുകളിലെ ഫീസ് വർധന എന്നിവ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു SFIയുടെ മാർച്ച്. ഈ മാർച്ച് അവസാനിക്കുന്ന സമയത്താണ് ഈ മാർച്ച് നടന്ന സ്ഥലത്തെ റോഡിൽ ഇത്തരത്തിൽ ബ്ലേഡുകൾ കണ്ടെത്തുന്നത്. ആ സമയത്ത് തന്നെ പോലീസിനെതിരെ SFIയും അതിനോടൊപ്പം തന്നെ SFIക്കെതിരെ പോലീസും ആരോപണം ഉന്നയിച്ചിരുന്നു. ഇരുവരും പറഞ്ഞത് തങ്ങളല്ല കൊണ്ടുവന്നതെന്നാണ്, ബ്ലേഡ് കൊണ്ടുവന്നത് തങ്ങളല്ല എന്നാണ് ഇരുവരും പറഞ്ഞതെങ്കിൽ പോലും പരസ്പരം പഴിചാരുന്ന നിലപാടാണ് SFIയുടെയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ ഉണ്ടായത്. ഈ സംഘർഷത്തിന് പിന്നാലെയാണ് ഗുരുതര ആരോപണങ്ങൾ ചേർത്തുകൊണ്ട് SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തത്. ഈ FIRൽ പറയുന്നതനുസരിച്ച് SFI പ്രവർത്തകരാണ് ബ്ലേഡ് ഈ സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിലേക്ക് കൊണ്ടുവന്നത് എന്നാണ്. SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്, സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉൾപ്പെടെ 10 പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. ലഹള ഉണ്ടാക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ, പൊതുമുതൽ നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 5 പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതിയിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കന്റോൺമെന്റ് CA ആയിട്ടുള്ള ശ്രീകുമാർ, അദ്ദേഹം നൽകിയിരിക്കുന്ന മൊഴിയാണ്. ഈ SFI പ്രവർത്തകർ പ്രതിഷേധവുമായി വന്നപ്പോൾ ആദ്യം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. പക്ഷേ ഈ ബാരിക്കേഡ് തകർത്തുകൊണ്ട് SFI പ്രവർത്തകർ മുന്നോട്ട് പോയി. ഈ ബാരിക്കേഡ് തടയാൻ വേണ്ടി വച്ചിരുന്ന കയറുകൾ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചു മാറ്റാൻ ശ്രമിച്ചു. ഇതിനിടയിലാണ് ബ്ലേഡോ മറ്റ് മാരകായുധമോ ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ SFI പ്രവർത്തകർ ആക്രമിച്ചു എന്നുള്ളൊരു പരാമർശം ഈ FIRലുള്ളത്. ഇതിന്റെ ഭാഗമായി തന്നെ RRF സേനാംഗത്തിന്റെ വലത് കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒപ്പം 10,000 രൂപയുടെ പൊതുമുതൽ നശിപ്പിക്കുകയും SFI പ്രവർത്തകർ ചെയ്തു എന്നാണ് പോലീസ് ഈ FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അതേസമയം പോലീസിന്റെ ആരോപണം പൂർണ്ണമായി തള്ളുകയാണ് SFI പ്രവർത്തകർ. നേരത്തെ ഹലോ മലയാളത്തിൽ SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദും അല്പസമയം മുമ്പ് ദേശീയ നേതൃത്വവും പറഞ്ഞതനുസരിച്ച് SFI
പ്രവർത്തകരല്ല ഈ ബ്ലേഡ് കൊണ്ടുവന്നിരിക്കുന്നത്. SFI പ്രവർത്തകർക്ക് അത്തരമൊരു ആവശ്യം തന്നെയില്ല. അത് പോലീസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. SFI പ്രവർത്തകർക്ക് ഉണ്ടായിരിക്കുന്ന പരിക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതെങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരാണ് ബ്ലേഡ് ഉപയോഗിച്ച് SFI പ്രവർത്തകരെ ആക്രമിച്ചത് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് പോലീസിനെതിരെ SFI ഉന്നയിക്കുന്നത്. പക്ഷേ അതേസമയം ഈ ബ്ലേഡ് ആര് കൊണ്ടുവന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിലവിലെ തർക്കം. അത് കണ്ടെത്തുമെന്ന് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നത്. കാരണം പോലീസിന് ഈ ബ്ലേഡുമായി നടക്കേണ്ട ആവശ്യമില്ല. SFI പ്രവർത്തകർ അത്തരത്തിൽ ആക്രമിക്കേണ്ട ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിലേക്ക് ആരാണ് ബ്ലേഡുകൾ കൊണ്ടുവന്നത് എന്ന് കണ്ടെത്തും എന്നാണ് ആഭ്യന്തരമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. അരുണ്യ, വ്യക്തമാണ്. ഹാൻസ് ജോൺ ആണ് വിശദാംശങ്ങൾ നൽകിയത്.